ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ 4 നക്ഷത്രക്കാർ, അത് ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് പറയുന്നുണ്ട്. ഇവർ ഞാനീ പറയുന്ന കാര്യം ചെയ്താൽ, ഞാനീ പറയുന്ന ദിവസങ്ങളിൽ ലളിതമായ കാര്യമാണ് പറയുന്നത്. ഏതൊരു സാധാരണക്കാരൻ ചെയ്യാവുന്ന കാര്യമാണ്. 10, 15, 20 രൂപ കൊണ്ട് ചെയ്യാവുന്ന കാര്യമാണ്. ഈ 4 നക്ഷത്രക്കാർ ഞാനീ പറയുന്ന ദിവസങ്ങളിൽ ലളിതമായ ഈ കാര്യം ചെയ്താൽ വലിയ വമ്പിച്ച സമ്പത്തിന് ഇവർ അവകാശികളായി തീരും. വലിയ സമ്പത്ത്, ഐശ്വര്യം ഇവർക്ക് വന്നു ചേരും എന്ന് മാത്രമല്ല, ഇവരുടെ ജീവിതം അടിമുടി മാറും. തമിഴ് സിദ്ധ ജ്യോതിഷം DNA ആസ്ട്രോളജി വെച്ച് ഒരു ഗൈഡ് ലൈൻസ് ആണ് ഞാൻ തരുന്നത്. ഇത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇത് കൃത്യമായിട്ട് ചെയ്താൽ മതി. അവരുടെ ജീവിതം ശരിയായിട്ട് വിശ്വാസത്തോട് ചെയ്തവരെല്ലാം ജീവിതം രക്ഷപ്പെട്ടിട്ടുണ്ട്. ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. അത് ഉറപ്പാണ്, സംശയമൊന്നും വേണ്ട. പക്ഷേ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതേക്കുറിച്ച് ചിന്തിക്കരുത്. നിങ്ങൾക്കതിൽ പൂർണ്ണ മനസ്സ് നിങ്ങളുടെ അതിൽ ചെല്ലണം. ഇതിനാ ചെയ്യുന്ന സമയത്ത് അത് എന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് ദിവസമാണ് ചെയ്യേണ്ടത് ഒക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതോടൊപ്പം കുടുംബദേവതയുടെ ചില രഹസ്യങ്ങൾ, അത് ഞാൻ ഹൃദയത്തിൽ നിന്നാണ് പറഞ്ഞു തരുന്നത്. കുടുംബദേവതയെ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ വിളിച്ചു, നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. ഒരു സംശയം വേണ്ട. ഓരോ ശാസ്ത്രത്തിലും ശിവവിദ്യ ചെയ്യുന്ന ഒരു മനസ്സുകൊണ്ട് പറയുന്നതാണ്, വെറുതെ ആകത്തില്ല. ഞാനൊരു ശിവയോഗിയാണ്. ക്രിയാകുണ്ടലിലെ പ്രാണായാമം ഗുരുവിൽ നിന്ന് സ്വീകരിച്ചതാണ്. ശിവയോഗിയാണ്, വെറുതെ ആകത്തില്ല. ഞാൻ സത്യമുള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ. അപ്പം നിങ്ങൾ കുടുംബദേവതയുടെ ഞാൻ പറയുന്ന ആ രഹസ്യം നിങ്ങൾ മനസ്സിലാക്കുക, അത് ചെയ്യുക. എവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാം, ലോകത്തിൻ്റെ ഏത് മൂല ഇരുന്നുകൊണ്ടും ചെയ്യാം. എനിവെയർ ഇൻ ദ വേൾഡ് നിങ്ങൾ ചെയ്തോളുക. ഉറപ്പാണ് ജീവിതത്തിൽ മാറ്റം വരും. എത്രയോ ആളുകൾ സന്താനങ്ങളെ കൊണ്ട് വിഷമം, സാമ്പത്തിക പ്രശ്നം, മറ്റു ദുരിതങ്ങൾ, മറ്റ് സാമ്പത്തിക തട്ടിപ്പുകളിൽ ചെന്ന് ചാടുക, എന്തെല്ലാം പ്രശ്നങ്ങളിലാണ് നടക്കുന്നത്. കുടുംബദേവതയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇതെല്ലാം മാറിക്കിട്ടും. പിന്നെ അവസാനം പറയുന്ന കാര്യം രാമമന്ത്രത്തിൻ്റെ ചില രഹസ്യങ്ങൾ. രാമമന്ത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞതിലും കേട്ടതിനുമൊക്കെ അപ്പുറത്ത് ഒരുപാട് തലങ്ങളുണ്ട് അതിന്. രാമമന്ത്രത്തിന് ആപത്തുകളെ തടയാൻ പറ്റും. ചില വാഹനങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടവർക്ക് ഞാൻ ഗ്രഹനില നോക്കി പറഞ്ഞു കൊടുക്കുമ്പം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് രാമമന്ത്രം പ്രത്യേക രീതിയിൽ ജപിക്കാൻ. രാമമന്ത്രം ഒരു പ്രത്യേക രീതിയിൽ ജപിച്ചാൽ എന്താഗ്രഹവും സാധിച്ചു കിട്ടും. ഏത് പാപങ്ങളും ശമിക്കും, ഏത് ആപത്തുകളെയും തടുക്കും. അതൊരു പ്രത്യേക രീതിയിലാണ് ജപിക്കേണ്ടത്. അത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതൊരു രഹസ്യ രീതിയാണ്. അത് ഞാൻ നിങ്ങൾക്ക് അവസാനം പറഞ്ഞുതരാം. ഇത്രയും കാര്യം ഞാനിന്ന് പറയുന്നുണ്ട്. ഇതെന്തിനാണ് പറയുന്നത് ചോദിച്ചാൽ നിങ്ങളിത് മുഴുവൻ കാണണം, അത് മിസ് ചെയ്യരുത്. അതിനു വേണ്ടിയാണ്. വീഡിയോ ഒന്നും കാണാതെ ചുമ്മാ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യരുത്. വീഡിയോ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ജീവിതം മാറ്റിയ കാര്യങ്ങളാണ്. അപ്പോൾ ആവശ്യമുള്ളവർ മുഴുവൻ കാണണം. എന്നിട്ട് ചുമ്മാ എപ്പോഴും മെസ്സേജ് ചെയ്യുക, പിള്ളേരങ്ങനെയാണ്, അവരിങ്ങനെയാണ്. അങ്ങനെയല്ല. നിങ്ങൾക്കിനി നോക്കണമെന്നുണ്ടെങ്കിൽ, വിശദമായിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തു. അത് നമുക്ക് നോക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെ നോക്കുമെന്ന് പറഞ്ഞു തരും. എന്നിട്ട് മുൻഗണനാക്രമത്തിൽ ഒരു ഡേറ്റ് തരും. ആ ഡേറ്റിന് വേണ്ട കാര്യങ്ങൾ നോക്കിത്തരും. ഇനി അതല്ല, നിങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കാണുക, ചെയ്ത് നോക്കുക. അതുതന്നെ ജീവിതം മാറ്റുന്നതാണ്. പിന്നെ വിശദമായിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നോക്കാം, വാട്സപ്പിൽ ഇട്ടാൽ മതി, ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും കേട്ടോ. അങ്ങനെ എല്ലാവരും ചെയ്യുന്നത്. ഏതായാലും വീഡിയോ മുഴുവൻ കാണുക. അതിനുവേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. ഇന്ന് വീഡിയോ ഇടുമ്പോൾ എനിക്ക് വലിയൊരു സന്തോഷമുണ്ട്. കാരണം ഒരാൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു. ഞാൻ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നത് ആളുകൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് അവർക്ക് ഗുണമുള്ളതുകൊണ്ട് സന്തോഷത്തിന് ഒരു ഗുരുത്വം എന്ന നിലയിൽ എനിക്ക് മെസ്സേജ് ചെയ്യണം. അത് നിങ്ങൾ വിശ്വസിക്കാതിരിക്കുകയോ അതൊന്നും എൻ്റെ വിഷയമല്ല. അപ്പോൾ ആ സന്തോഷം ഞാൻ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. കാരണം ഞാൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ മാറിയവരുണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന പോലെ എൻ്റെ സന്തോഷം ഷെയർ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അല്ലാതെ എൻ്റെ വാട്സപ്പിൽ വന്നത് എൻ്റെ വാട്സപ്പിൽ കിടപ്പുണ്ട്. അത് നിങ്ങൾ വിശ്വസിക്കാതിരിക്കുന്നത് എൻ്റെ വിഷയമല്ല. അത് വിശ്വസിക്കണമെന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ല, വിശ്വസിക്കേണ്ടെന്നുമില്ല. എൻ്റെ സന്തോഷം ഷെയർ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. ഇഷ്ടമുള്ളവർ വിശ്വസിക്കുക, അല്ലാത്തൊരു അത് വാട്സപ്പിൽ അങ്ങനെ വന്നിട്ടുണ്ടോ, അതൊക്കെ ഉണ്ടോ, അത് എങ്ങനെ വേണമെങ്കിലും വിചാരിച്ചു. വിശ്വസിക്കാതിരുന്നാലും എനിക്ക് സന്തോഷം, വിശ്വസിച്ചാലും സന്തോഷം. അതൊന്നും എൻ്റെ വിഷയമല്ല. ആ സന്തോഷം ഷെയർ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോഴേ അവർ പറഞ്ഞിരിക്കുന്നതാണ്, അത് എപ്പോഴും എൻ്റെ വാട്സപ്പിൽ തന്നെ കിടപ്പുണ്ട്. അതായത് അവർക്ക് കുറേ സാമ്പത്തിക ബാധ്യതകളുണ്ടായിരുന്നിട്ട് ഒരു ഷോപ്പ് വിൽക്കാൻ വേണ്ടി അവർ നോക്കി.
പല തവണ ശ്രമിച്ചിട്ട് നടന്നില്ല. അവസാനം ഞാൻ എൻ്റെ ഈ നാവ് കൊണ്ട് വീഡിയോയിൽ പറഞ്ഞ പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി അമ്മയ്ക്ക് 6 നാഴി പായസം ഞാൻ പറഞ്ഞ രീതിയിൽ, ഇതെങ്ങനെ നേരണമെന്നൊരു പ്രത്യേക രീതിയാണ്, ഞാൻ പറഞ്ഞ രീതിയിൽ നേർന്നു, കാര്യം നടന്നു. വലിയ സന്തോഷം. ഒരു ഷോപ്പൊക്കെ വിൽക്കുക എന്ന് പറഞ്ഞാൽ അതുപോലെ കടബാധ്യത അല്ല സാമ്പത്തിക വിഷയം ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് പല കാര്യങ്ങളും ശ്രമിച്ച് നടക്കാത്തത് ഈ നാവ് കൊണ്ട് പറഞ്ഞ കാര്യമാണത്. പുത്തൻകാവിലമ്മയ്ക്ക് ഇന്ന കാര്യം ഇന്ന രീതിയിൽ ചെയ്യണം, അതുപോലെ ചെയ്ത് കാര്യം നടന്നു. വലിയ സന്തോഷം. ഇനി വിഷയത്തിലേക്ക് വരാം. അതിനു മുമ്പ് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് ഞാൻ സംഖ്യാജ്യോതിഷ, ഹസ്തരേഖ, ഗ്രഹനിലയൊക്കെയാണ് ചെയ്യുന്നത്. നോക്കേണ്ട ഒരു വാട്സപ്പ് ഇടുക, ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാനും പറ്റത്തില്ല, എല്ലാവരെയും നോക്കാനും പറ്റത്തില്ല. അതുപോലെ മെസ്സേജുകളാണ് വരുന്നത്. ഫ്രീ ആകുന്നതനുസരിച്ച് കുറച്ച് ആളുകൾക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. എന്നിട്ട് കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാതെ ചെയ്യാതിരിക്കും. നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഏതൊരാൾക്ക് ചെയ്യാവുന്ന ലളിതമായ കാര്യമേ പറയത്തുള്ളൂ. അപ്പോൾ അത് ആവശ്യമുള്ളവർ ചെയ്യാതിരിക്കാം. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. ഞാൻ എപ്പോഴും തിരക്കി തന്നെ, ഞാൻ ഫ്രീ ആകാറില്ല. പിന്നെ മുൻഗണനാക്രമത്തിൽ ഒരു ഡേറ്റ് കൊടുത്ത് അങ്ങനെ വർക്ക് എടുത്തെടുത്ത് അങ്ങ് പോവുകയാണ്. ഞാൻ ഫ്രീ ആകാറേ ഇല്ല. അപ്പം എല്ലാ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. അപ്പോഴേ ഭരണി, മകം, തൃക്കേട്ട, ഉത്രട്ടാതി ഈ നാളുകാർ, നിങ്ങളുടെ നാൾ ഇതിലുണ്ടെങ്കിലും ഈ നാളുകാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും നിങ്ങളിത് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇവർ തമിഴ് സിദ്ധ ജ്യോതിഷം അല്ലെ DNA അസ്ട്രോളജി വെച്ച് ചന്ദ്രകർമ്മ, അതോടൊപ്പം വ്യാഴകർമ്മ, ഈ 2 കർമ്മയുള്ളവരാണ്. ഇത് ചന്ദ്രദശയായിട്ടും ഇതിന് ബന്ധമില്ല കേട്ടോ. ഇത് വേറെ ഒരു തമിഴ് സിദ്ധ ജ്യോതിഷം, അതായത് DNA അസ്ട്രോളജി, സിദ്ധന്മാരുടെ ജ്യോതിഷമാണ്. ശൈവ സിദ്ധന്മാരല്ലേ, ഋഷീശ്വരന്മാർ, സിദ്ധന്മാരുടെ ജ്യോതിഷമാണ്. അപ്പോൾ ഇത് ചന്ദ്രകർമ്മ, വ്യാഴകർമ്മ, ഈ 2 കർമ്മയാണ്. ഈ കർമ്മ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ നെഗറ്റീവ് ആ ഒരു കർമ്മഫലങ്ങൾ, വ്യാഴത്തെ സംബന്ധിച്ച് അതിൻ്റെ നെഗറ്റീവ് കർമ്മഫലങ്ങൾ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം ചന്ദ്രകർമ്മ, വ്യാഴകർമ്മ ആണ് ഈ 4 നാളുകാർക്കും ഉള്ളത്. അപ്പോൾ ഇവർ എന്ത് ചെയ്താൽ രക്ഷപ്പെടും? ഞാനീ പറയുന്ന ഒരൊറ്റ കാര്യം ചെയ്താൽ പോലും രക്ഷപ്പെടും. അത് പറഞ്ഞുതരാം. അതിനു മുമ്പ് ജസ്റ്റ് ഈ നക്ഷത്രക്കാരുടെ 1-2 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇല്ല, പെട്ടെന്ന് പറഞ്ഞിട്ട് ആ ചെയ്യേണ്ട കാര്യത്തിലേക്ക് വരാം. ഈ നക്ഷത്രക്കാർക്ക് മിക്കവാറും സാമ്പത്തികമായി ഒരു പ്രതിസന്ധികൾ, സാമ്പത്തികമായിട്ട് പണം ഉണ്ടെങ്കിൽ പോലും അത് അനുഭവിക്കാനൊരു യോഗത്തിന് തടസ്സമുണ്ടാകാം. എല്ലാവരുടെയും അല്ല, ചിലർക്കെങ്കിലും. ഒരു സാമാന്യമായിട്ട് പറയുന്നതാണ്, സാമാന്യ ഫലമായിട്ട് പറയുന്നതാണ്, അങ്ങനെ മനസ്സിലാക്കുക. ചിലർക്കെങ്കിലും അങ്ങനെ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഇവർക്ക് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലികൾ, അത് ഹോട്ടലായിക്കോട്ടെ, ഫുഡ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഭക്ഷണത്തിനുള്ള കാര്യങ്ങൾ വിൽക്കുന്ന കടയായിക്കോട്ടെ, ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള തൊഴിലുകൾ, അതോടൊപ്പം ഫിനാൻസ് സംബന്ധമായ തൊഴിലുകൾ. ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട, ഇപ്പം ബാങ്ക് ആയിക്കോട്ടെ, അല്ലാതെ ചില സ്ഥാപനങ്ങളിൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട തൊഴിലുകളായിക്കോട്ടെ, അങ്ങനെയുള്ള തൊഴിലുകൾ. പിന്നെ ഡിസൈനിങ് സംബന്ധമായിട്ടുള്ള തൊഴിലുകൾ, അതുപോലെ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് സംബന്ധമായ തൊഴിലുകൾ. ഇപ്പം ബിടെക് സിവിൽ എഞ്ചിനീയറിങ്, ഇങ്ങനെയുള്ള ടെക്നിക്കൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡിസൈനിങ് സംബന്ധമായിട്ടുള്ള തൊഴിലുകളോടൊപ്പം ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ടെക്നിക്കൽ മേഖലകളും ഒക്കെ നല്ലത് തന്നെയാണ്. അപ്പോൾ കുറേ കഴിവുകൾ പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇവർക്ക് സന്താനങ്ങളെ കൊണ്ട് ഒന്നുകിൽ ഏതെങ്കിലും രീതിയിൽ സന്താന ദുഃഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മക്കളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇന്ന് അവനവൻ ജോലി ചെയ്താൽ ജീവിക്കാം, അല്ലെങ്കിൽ അവനവൻ്റെ പൈസ ഉണ്ടെങ്കിൽ ജീവിക്കാം. ഒരു വീട്ടിലാണോ ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു വീട്ടിലാണ്. പക്ഷെ ഒരു 10 പൈസ വേണമെന്നുണ്ടെങ്കിൽ അവനവൻ എന്തെങ്കിലും ചെയ്താൽ, അല്ലെ അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ ചിലർക്കെങ്കിലും ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇത് പൊതുവായിട്ട് പറയുന്നതാണ്. എന്ന് വെച്ചാൽ പലരുടെയും ജനന സമയവും ഒക്കെ അനുസരിച്ച് ഇതൊക്കെ മാറ്റങ്ങൾ വരും കേട്ടോ, പൊതുവായിട്ട് പറയുന്നതാണ്. പിന്നെ ഇവർക്ക് രക്ഷപ്പെടാനുള്ളൊരു വഴിയാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് ആരും പറഞ്ഞു തരത്തില്ല. ഞാനീ പറയുന്ന രാമമന്ത്രത്തിൻ്റെ രഹസ്യമാണേലും, ഞാനീ പറയാൻ പോകുന്ന ഒരു കാര്യം ഇത് ആർക്കും പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത് നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും. കാരണം നമ്മൾ ആ ശൈവ സിദ്ധ പരമ്പരയുടെ ഭാഗമാണ്. കർമ്മം കൊണ്ട് വന്ന് ജനിച്ചു. ആ ഭഗവത് ഇച്ഛ അനുസരിച്ച് ഇതുപോലെ എന്നെപ്പോലെ ഇനി ഒരാൾ നിങ്ങൾക്കൊരു കാര്യം, ശിവരഹസ്യങ്ങളോ ഒന്നും ഇതുപോലെ ഒരിക്കലും നിങ്ങൾക്ക് ഇനി കിട്ടത്തില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പം അതിൻ്റെ വില അറിയുമെന്ന് എനിക്കറിയത്തില്ല. ഞാനീ പറഞ്ഞു തരുന്ന ശൈവ രഹസ്യങ്ങളായിക്കോട്ടെ ആരും ഒരിക്കലും പറഞ്ഞു തരത്തില്ല. നമ്മളാ പരമ്പരയിൽ നിന്ന് വന്നു, ശൈവ പരമ്പരയിൽ നിന്ന് വന്നു. ആദ്യ 18 സിദ്ധ ആ പരമ്പരയുടെ ഭാഗമായിട്ടുള്ള നമ്മൾ വീണ്ടും ഭൂമിയിലേക്ക് വന്നു. അപ്പോൾ എന്നെ ഭഗവാൻ എനിക്ക് നൽകിയ നിയോഗം ഏറ്റവും സത്യസന്ധമായിട്ട് പറഞ്ഞു തരികയാണ്. ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ ശിവനെ
വിളിക്കുന്നുണ്ട്, രാമനെ വിളിക്കുന്നുണ്ട്, ഭദ്രകാളിയുടെ ഉണ്ട്, മുരുകൻ്റെ എല്ലാം നല്ല ശരിയായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ അടുത്ത ദിവസം ഞാൻ കണ്ടു കൂവളത്തിൻ്റെ ചോട്ട് ചെയ്യുന്ന ഒരാൾ ശിവമന്ത്രം ജപിക്കുന്നു. ഈ നാവ് കൊണ്ട് പറഞ്ഞ കാര്യമാണ് വീഡിയോ. അവർക്കൊക്കെ ഭഗവത് കൃപ ഉണ്ടാകും, അവരൊക്കെ ഭഗവാനെ അറിയും, ഒരു സംശയമാണ്. അങ്ങനെ നല്ല കാര്യങ്ങളാണ് പറയാം. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഈ നാളുകാർ ചെയ്യേണ്ട കാര്യം ശ്രദ്ധിച്ച് കേട്ടോണം. ഇത് ചെയ്താൽ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരും. സാമ്പത്തിക കടക്കണികളൊക്കെ മാറും, ദുരിതങ്ങൾ മാറും, സാമ്പത്തിക പ്രതിസന്ധികൾ മാറും, ജീവിതമേ അടിപൊളി മാറും. തിങ്കൾ വ്യാഴം ഈ ദിവസങ്ങളിൽ തിങ്കളാഴ്ച ഭദ്രകാളിക്ക് അല്ലെങ്കിൽ നിങ്ങളടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, വ്യാഴാഴ്ച കൃഷ്ണക്ഷേത്രത്തിൽ അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി. രാവിലെ പോയി ചെയ്യണം. ഇത് രണ്ടും ഒരു 6-6:30 ഇടയ്ക്ക് രാവിലെ ചെയ്യണം. അത് പെട്ടെന്ന് ഫലം ഉണ്ടാവും. പിന്നെ ഇവരുടെ ഈ നാളുകൾ, ഇപ്പം ഭരണി നക്ഷത്രത്തിൽ ജനിച്ച ആളാണെങ്കിൽ ഭരണി നാളിന് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ രാവിലെ ഒരു 6-6:30 ഇടയ്ക്ക് കടുംബായുസ്വം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി. ഇനി മകൻ നക്ഷത്രത്തിൽ ജനിച്ച ആളാണെങ്കിൽ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ മകൻ നാൾ വരുന്ന അന്ന് പക്കനാൾ, മാസത്തിൽ ജന്മനക്ഷത്രം വരുന്നതിനാണ് പക്കനാൾ എന്ന് പറയുന്നത്. ചില മാസം 2 എണ്ണം വരും, അപ്പോൾ രണ്ടാമത്തെ എടുക്കുക. ഇനിയിപ്പം മിക്കവാറും മാസങ്ങളിൽ 1 വരത്തുള്ളൂ. അപ്പം മകൻ നക്ഷത്രത്തിൽ ജനിച്ചവർ മകൻ നാൾ വരുന്ന അന്ന് കടുംബായുസവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ചെയ്യുക. ഇനി തൃക്കേട്ട നാൾ വരുന്നവരാണെങ്കിൽ പക്കനാളിന്, അതായത് അവരുടെ തൃക്കേട്ട നാൾ മാസത്തിൽ വരുന്ന ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിൽ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ രാവിലെ കടുംബായുസവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ചെയ്യുക. ഇനി ഉത്രട്ടാതി നക്ഷത്രക്കാരാണെങ്കിൽ ഉത്രട്ടാതി നക്ഷത്രം മാസത്തിൽ വരുന്ന ദിവസം അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ രാവിലെ കടുംബായുസവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ചെയ്യുക. ഇതോടൊപ്പം ഈ 4 നക്ഷത്രക്കാരും ഇങ്ങനെ അവനവൻ്റെ പക്കനാളിന് ചെയ്യുന്നതോടൊപ്പം തിങ്കളാഴ്ച ഭദ്രകാളിക്ക് അല്ലെങ്കിൽ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ രാവിലെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും, വ്യാഴാഴ്ച അടുത്തുള്ള കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കൂടി ചെയ്തു കൊള്ളണം. ഇത് സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചില രഹസ്യങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിൽ ഇത് മാറ്റങ്ങൾ കൊണ്ടുവരും. ഇതാരും പറഞ്ഞു തരത്തില്ല. ചെയ്തു നോക്കാം, അപ്പോൾ അറിയാം എൻ്റെ ഗുണം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയായി ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇന്നലത്തെ വീഡിയോക്കകത്ത് പറഞ്ഞില്ലേ, ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താണ്. ഒരു ആൾ എനിക്ക് ന്യൂ ഇയറിന് 4 വണ്ടിയുടെ പടം വെച്ച് ഫോട്ടോ ഇട്ടു. ഞാൻ വിചാരിച്ചു പുള്ളി വണ്ടി വിൽക്കുന്ന ആളായിരിക്കും. അദ്ദേഹത്തിന് 2 വണ്ടി ഉണ്ടായിരുന്നു. ഞാനീ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് 2 വണ്ടിയും കൂടെ മേടിക്കാൻ പറ്റി. വേറൊരാൾ 6 പവൻ പണയം വെച്ചിട്ട് എടുക്കാൻ വയ്യ, വേറെ നാട്ടുകാരുടെ സ്വർണം കൂടെ മേടിച്ചുകൊണ്ട് ലാസ്റ്റ് ഞാൻ പറഞ്ഞ ഭദ്രകാളിക്ക് പറഞ്ഞ കാര്യം ചെയ്ത് അത് വേറെ വരുമാന മാർഗം വന്ന് അത് എടുപ്പിച്ച് എല്ലാം ശരിയായി. ആ അനുഭവമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഇതെല്ലാം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് ജീവിതങ്ങൾ മാറിയിട്ടുണ്ട്. ഇതെല്ലാം അതുപോലുള്ള കാര്യങ്ങളാണ്, തലവര മാറ്റുന്ന കാര്യങ്ങളാണ്, ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ്. എല്ലാം ചെയ്യുന്നാലൊന്നും ജീവിതം മാറത്തില്ല. അവനവന് ചെയ്യേണ്ട കാര്യങ്ങൾ അത് കൃത്യമായി ശരിയായിട്ട് സത്യസന്ധമായിട്ട് ചെയ്യുമ്പോഴാണ് ജീവിതം മാറുന്നത്. അപ്പോൾ ഇത്രയും ചെയ്യുക. ഉറപ്പാണ് ഈ കാര്യങ്ങൾ ചെയ്താൽ അവരുടെ ജീവിതം മാറും. ഇത് നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഈ നാളിൽ ജനിച്ചവരുണ്ടെങ്കിലും ഇനിയും നിങ്ങളുടെ വീട്ടിൽ ഇപ്പം ഭരണി ഉണ്ടെന്ന് വിചാരിക്കുക. ഈ മകം, തൃക്കേട്ട, ഉത്രട്ടാതി ഇതിലേതെങ്കിലും ഒരു നാളോ അല്ലെ 2 നാളോ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് നിങ്ങളുടെ വീട്ടിലോ കുടുംബത്തിലോ. ഇനി മകം ഉണ്ടെന്ന് വിചാരിക്കുക, ബാക്കി 3 നാളുകളിൽ ഏതെങ്കിലും 1 അല്ലെ 2 നാളുകളോ കാണാൻ സാധ്യത കൂടുതലാണ് നിങ്ങളുടെ വീട്ടിലോ കുടുംബത്തിലോ. അതുപോലെ തൃക്കേട്ട ഉണ്ടെന്ന് വിചാരിച്ചു, നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ കുടുംബത്തിലോ ബാക്കി 3 നാളുകളും ഭരണി, മകം, ഉത്രട്ടാതി കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഉത്രട്ടാതി ഉണ്ടെന്ന് വിചാരിച്ചു, നിങ്ങളുടെ വീട്ടിൽ ബാക്കി 3 നാളുകൾ ഭരണി, മകം, തൃക്കേട്ട ഇതിലേതെങ്കിലും 1 അല്ലെ 2 നാളുകളൂടോ നിങ്ങളുടെ കുടുംബത്തിലോ വീട്ടിലോ കാണാൻ വളരെ സാധ്യത കൂടുതലാണ്. അതാണ് DNA അസ്ട്രോളജി. DNA എന്ന് വെച്ചാൽ നമ്മളുടെ പാരമ്പര്യമായിട്ട് പകർന്നു വരുന്ന DNA. അപ്പോൾ നമ്മളുടെ DNAയിലുള്ള ആ ഒരു ജ്യോതിഷമാണ് DNA അസ്ട്രോളജി. അത് തമിഴ് സിദ്ധ ജ്യോതിഷമാണ്, സിദ്ധ പരമ്പരയാണ്. അത് തന്നെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രമാത്രം സത്യമാണ്. ഇനി ഒരു വീട്ടിൽ 2 ഭരണി ഉണ്ടെന്ന് വിചാരിച്ചു, ഒരു സ്ട്രഗ്ലിങ്, ഒരു ദുരിതഫലങ്ങൾ ചിലപ്പം കൂടിയിരിക്കും. 2 മകം ഉണ്ടെന്ന് വിചാരിച്ചു, 2 തൃക്കേട്ട ഉണ്ടെന്ന് വിചാരിച്ചു, 2 ഉത്രട്ടാതി ഉണ്ടെന്ന് വിചാരിച്ചു. ഒരു നാൾ തന്നെ 2 ആവർത്തിച്ച് കഴിയുമ്പോൾ കുറച്ച് സ്ട്രഗ്ലിങ് ആ കുടുംബത്തിൽ കൂടിയിരിക്കും. ഇത് ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്.
ഞാൻ കുടുംബദേവതയ്ക്ക് പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത ആ കുടുംബത്തിലാണ് 1 കോടി രൂപ ലോട്ടറി അടിച്ചത്. ഞാൻ വീഡിയോയ്ക്ക് അതിട്ടായിരുന്നു. ഞാൻ 1 രൂപ കൃഷ്ണൻ ഇങ്ങനെ സമർപ്പിക്കാൻ പറഞ്ഞ് ചെയ്ത ഒരാൾക്കാണ് 10 ലക്ഷം ഒരു പ്രാവശ്യം ലോട്ടറി അടിച്ചത്. അതൊക്കെ വീഡിയോ ഇട്ട കാര്യങ്ങളാണ്. ഇത് ശരിയായിട്ട് ചെയ്തവരൊക്കെ ഇപ്പോൾ എല്ലാവരും ലോട്ടറി എടുക്കണമെന്നോ ലോട്ടറി അടിക്കുമെന്നോ ഒന്നുമല്ല. അതൊന്നും ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. വല്ലപ്പോഴൊക്കെ എടുക്കുന്നതില്ല. ജോലി ചെയ്ത് ധനം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഏത് വിധേന ഈശ്വരൻ ധനത്തിനുള്ള ഒരു മാർഗം കൊണ്ടുത്തരും. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താണ് സാധാരണക്കാരൻ 2 വലിയ കണ്ടെയ്നർ ഒക്കെ എടുത്തത്, രക്ഷപ്പെട്ടത്. അതൊക്കെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ ഈയിടെ UK പോയി ഒരു കുട്ടി രക്ഷപ്പെട്ട കാര്യം. അങ്ങനെ എത്ര ആളുകൾ വിദേശത്തൊക്കെ പോയി രക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എന്തെല്ലാം അനുഭവങ്ങൾ. അവരെല്ലാം 1 കോടി നന്ദി പറഞ്ഞുകൊണ്ട് പലപ്പോഴും എനിക്ക് മെസ്സേജ് ഇടാറുണ്ട്. ഏതായാലും ഞാനതൊന്നും എന്നെ ബാധിക്കും. ഞാനെല്ലാം പരമേശ്വരനും സമർപ്പിക്കുന്നു. ശിവൻ്റെ മഹത്വം, പരമേശ്വരൻ്റെ മഹത്വം, ഈശ്വരൻ്റെ മഹത്വം. ഞാൻ ആരുമല്ല. എനിക്ക് ഈശ്വരൻ തന്ന ജ്ഞാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഞാൻ ശിവനിൽ നിന്ന് വന്ന് ശിവനിലേക്ക് തന്നെ ലയിക്കും. പിന്നെ ഭൂമി ജനിച്ചു, ഒരു പരമ്പര ജനിച്ചു. അതിൻ്റെ ദോഷങ്ങളും ഗുണങ്ങളും ഞാനും അനുഭവിക്കേണ്ടതായി വരും. അതൊക്കെ ഒരുപാട് അനുഭവിച്ചു. ഇപ്പോഴും പല കാര്യങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊരു കുടുംബത്തിൽ ജന്മം എടുക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ ഒരു DNA കണക്ടിവിറ്റി ഉണ്ട്. അതിന് കർമ്മമുണ്ട്. ആ കർമ്മം ഞാനും അനുഭവിക്കേണ്ടി വരും. അതൊക്കെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് അനുഭവിച്ചു. അത് അനുഭവിക്കാതിരിക്കാൻ തരമില്ല. അത് നമ്മൾ ജന്മം എടുക്കുമ്പോഴേ അതൊക്കെ അനുഭവിക്കാൻ ആ ഒരു തൃപ്തിയോടുകൂടി തന്നെയാണ് ജന്മം എടുക്കുന്നത്. പക്ഷെ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് നല്ല വഴി കാട്ടാൻ പറ്റി, ഒരുപാട് ജീവിതം മാറ്റാൻ പറ്റി. അത് പരമേശ്വരൻ്റെ മഹത്വം. എന്നെ ഈശ്വരൻ എന്ത് കർമ്മം ഏൽപ്പിച്ചോ അത് ഞാൻ ഏറ്റവും സത്യസന്ധമായിട്ട് ചെയ്തിട്ടുണ്ട്. കുടുംബദേവതയെ ഞാനീ പറയുന്ന രീതി വിളിച്ചാൽ ഏത് വ്യക്തിയും രക്ഷപ്പെടും. മനസ്സിലാകുന്നുണ്ടോ? പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ അച്ഛൻ്റെ കുടുംബദേവതയായിക്കോട്ടെ, അമ്മയുടെ കുടുംബദേവതയായിക്കോട്ടെ, നിങ്ങൾ കുളി കഴിഞ്ഞാലുടൻ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് എൻ്റെ കുടുംബദേവത എന്നെ എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണേ, സമ്പത്ത് നൽകണേ, ഐശ്വര്യം നൽകണേ, ജീവിതം മുഴുവൻ സഹായം നൽകണേ, ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ കർപ്പൂരം തെളിയിച്ചിട്ട് ഇങ്ങനെ തന്നെ പ്രാർത്ഥിച്ച് തൊട്ടു തൊഴുക, എൻ്റെ കുടുംബദേവത. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ അച്ഛൻ്റെ കുടുംബദേവത എന്ന് പറഞ്ഞ് തൊഴാം, എൻ്റെ അമ്മയുടെ കുടുംബദേവത എന്നും പറഞ്ഞ് കർപ്പൂരത്തെ തൊട്ട് തൊഴാം. അങ്ങനെയും ചെയ്യാം. കുടുംബദേവതയെ അറിയാൻ വയ്യാത്തവർ ഇത് തന്നെ ചെയ്താൽ മതി. കുടുംബദേവതയുടെ അനുഗ്രഹം ഉണ്ടാകും. കുളിച്ച് കഴിഞ്ഞ് തലതോർത്തി കഴിഞ്ഞ് കുളിമുറയെന്ന് കിഴക്കോട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേക ശക്തിയുണ്ട്. കുടുംബദേവത ആ വിളി കേൾക്കും. അതുപോലെ കർപ്പൂരത്തെ തൊട്ട് പ്രാർത്ഥിച്ചാലും കുടുംബദേവത ആ വിളി കേൾക്കും. ഒരു സംശയം വേണ്ട. നിങ്ങൾ എവിടെ ഇരുന്നും ചെയ്യാം, ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നും ചെയ്യാം. ഇപ്പോൾ എൻ്റെ വീഡിയോ ആണേലും നമ്മൾ ഒരുപാട് ഈ മലയാളികൾ പല രാജ്യങ്ങളിലുള്ളവർ കാണുന്നുണ്ട്. അപ്പം അവർക്കൊക്കെ ഒരു സംശയമുണ്ട്, അവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൂടെ ആയിരുന്നെങ്കിൽ നല്ലതെന്ന് വിചാരിക്കാറുണ്ട്. ഒരുപാട് രാജ്യങ്ങളിൽ നമുക്ക് സന്തോഷമുണ്ട് കേട്ടോ. ഇപ്പം ജപ്പാനിൽ ഉള്ള മലയാളികൾ ഞാൻ പറഞ്ഞ രീതിയിൽ വിളക്ക് തെളിയിക്കുന്നവരുണ്ട്. സിംഗപ്പൂർ, ഓസ്ട്രേലിയ, അതുപോലെ ജർമ്മനി, ന്യൂസിലൻഡ്, അയർലൻഡ്, സ്വിറ്റ്സർലൻഡ്, മെക്സിക്കോ, പിന്നെ ഈയിടെ ഒരു പുതിയ രാജ്യം കൂടെ. എവിടെ ഇങ്ങനെ പലയിടത്തും മലയാളികൾ ഉള്ളവർ വിദേശ രാജ്യങ്ങൾ, അവർക്കിപ്പം നാട്ടിലുള്ളവരെ പോലെ അമ്പലത്തിൽ പോകാൻ പറ്റില്ല. അവർക്കൊക്കെ ചെയ്യുന്ന ചില കാര്യങ്ങളൂടെ ഇടയ്ക്ക് പറയണമെന്ന് പറയാറുണ്ട്. ഇത് അവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് കുടുംബദേവതാക്ഷേത്രം അറിയാമെങ്കിൽ അവിടെ പോയി തീർച്ചയായിട്ടും തൊഴണം. പിന്നെ നാട്ടിലുള്ളവർ അവർക്ക് ഇത് ചെയ്യാം. അതോടൊപ്പം കുടുംബദേവതാക്ഷേത്രം അറിയാത്തവർക്കും ഇത് ചെയ്യാം. ഇപ്പോൾ അമേരിക്കയിലുള്ള അല്ലെങ്കിൽ കാനഡയിലുള്ളവർ അവർക്ക് അവിടെ ചെയ്യാവുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അതെല്ലാം ചെയ്യാവുന്ന നല്ല കാര്യങ്ങളായി പറയുന്നത്. ഇപ്പം നാട്ടിൽ വരുമ്പോൾ അങ്ങനെയൊക്കെ മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്കൂടെ പ്രയോജനമുള്ളൊരു കാര്യം ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നും ചെയ്യാം, ആർക്കും ചെയ്യാം. ഇപ്പോൾ ഇന്ത്യയിലെ തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാ സംസ്ഥാനങ്ങളിലും മലയാളീസ് നമ്മളെ വീഡിയോ കാണി മെസ്സേജ് ചെയ്യുന്നവരുമുണ്ട്. അതിപ്പം ഹിമാചൽ പ്രദേശ് ആയിക്കോട്ടെ, ആസാം ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഏത് ഭാഗത്തും. അപ്പോൾ ഇത് എവിടെ ഇരുന്നും ആർക്കും മലയാളികളല്ലേ കാണത്തുള്ളൂ, അവർക്ക് ചെയ്യാം. അവരിപ്പം നാട്ടിൽ വരണമെന്നോ നാട്ടിൽ വരുമ്പം നിങ്ങൾ കുടുംബദേവതാക്ഷേത്രം അറിയാമെങ്കിൽ അവിടെ പോയിരിക്കണം. അതിൻ്റെ അത് യാതൊരു സംശയമുണ്ട്. അറിയത്തില്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യം ചെയ്യുക. ഇനിയും അറിയാമെങ്കിലും അറിയത്തില്ലെങ്കിലും ഈ പറഞ്ഞ കാര്യം ചെയ്യണം. അറിയാവുന്നവർ കുടുംബക്ഷേത്രത്തിൽ നാട്ടിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നാട്ടിൽ വരുമ്പം പോകണം, തൊഴണം, അവിടെ വഴിപാടുകൾ ചെയ്യണം. ഇനി നാട്ടിലുള്ളവർ അവർക്ക് കുടുംബക്ഷേത്രത്തിൽ പോകുന്നവർ മാസത്തിൽ ഒന്നെങ്കിലും കുടുംബക്ഷേത്രത്തിൽ പോയി, അത് അച്ഛൻ്റെ കുടുംബക്ഷേത്രവും നല്ലതാണ്, അമ്മയുടെ കുടുംബക്ഷേത്രവും നല്ലതാണ്,
പക്ഷേ അമ്മയുടെ കുടുംബക്ഷേത്രത്തിൽ ഇച്ചിരി കൂടെ പ്രാധാന്യം കൂടുതലുണ്ട് എന്നുള്ളതാണ് ഞാൻ അനുഭവത്തോടെ മനസ്സിലാക്കിയ കാര്യം. അപ്പോൾ അത് ക്ഷേത്രത്തിൽ കൂടുതലായിട്ട് പോവുക, അവിടെ പ്രാർത്ഥിക്കുക, നിങ്ങളെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക. ഉറപ്പാണ്, അതിനോളം ഫലം വേറെ ഒന്നുമില്ല. അച്ഛൻ, അമ്മ, ഗുരു, ഗുരുവിൻ്റെ ഗുരു, ഇഷ്ടദേവത, കുടുംബദേവത, ഇത്രയും കഴിഞ്ഞാൽ ഈശ്വരൻ. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് ഈശ്വരനിലേക്കുള്ള വഴി. ഇതാണ് അറിയേണ്ടത്. അപ്പം നിങ്ങൾ ഞാനീ പറഞ്ഞ കാര്യം ചെയ്തോ, അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കുളി കഴിഞ്ഞ് നിങ്ങൾ തല തോർത്തി കഴിഞ്ഞ് കിഴക്കോട് തിരിഞ്ഞ് കുടുംബദേവതയെ വിളിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മന്ത്രങ്ങളൊക്കെ ചെല്ലാം, നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ ചെല്ലാം. അത് കഴിഞ്ഞ് വടക്കോട് തിരിഞ്ഞ് നിന്ന് 2 കൈയുടെ ഉള്ളെങ്കിൽ ചിലപ്പോൾ വെള്ളം കൂട്ടി തിരുമിയിട്ട് കൈ ഇങ്ങനെ വെച്ച് വടക്കോട് തിരിഞ്ഞു നിന്ന് ഗുരുചരണം ശരണം, ഗുരുചരണം ശരണം, ഗുരുചരണം ശരണം എന്ന് നിങ്ങൾ ജപിക്കുക. നിങ്ങൾ പ്രപഞ്ചമാകുന്ന ഈശ്വരനെ ഗുരുവായി സങ്കല്പിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും. കുടുംബദേവത, ഗുരു. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാനീ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഇതുപോലെ ഒരിക്കലും നിങ്ങൾക്ക് ഇനി ആരും എന്നെപ്പോലെ ഇതുപോലെ ആരും ഇനി ഭൂമിയിൽ വരത്തുമില്ല. കാരണം ഇപ്പോൾ ഈ ശൈവസിദ്ധ പരമ്പരയിലെ ഗുരുക്കന്മാരാണേലും ഈ വിദ്യകൾ അറിയാവുന്നവരാണെങ്കിലും ഇതൊന്നും ഒരു ഭൂമിയിൽ ജന്മം എടുത്താൽ പോലും ഇത് ഒരു ഗുരുവും പറഞ്ഞു തരത്തില്ല. ഞാൻ അങ്ങനെ ഒരാളായതുകൊണ്ട്, അങ്ങനെ ഒരു ജന്മമായതുകൊണ്ട്, എൻ്റെ ഒരു രീതി അതായതുകൊണ്ട് എനിക്ക് മറ്റുള്ളവർക്ക് ഏറ്റവും എന്തെല്ലാം നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും അത് എനിക്ക് ഏറ്റവും സന്തോഷമായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ അങ്ങനെ ആരും പറഞ്ഞു കൊടുക്കത്തില്ല, പറഞ്ഞു കൊടുക്കരുതെന്നാണ്. കാരണം അതുപോലുള്ള ശൈവരഹസ്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അത് പരമേശ്വരനറിയാം, ഭഗവാൻ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ ഒരു അവസരം തന്നത്. ഞാൻ പറഞ്ഞു തരുന്ന പോലെ ശൈവരഹസ്യങ്ങളായിക്കോട്ടെ, ഭദ്രകാളി രഹസ്യങ്ങളായിക്കോട്ടെ, മുരുക രഹസ്യങ്ങളായിക്കോട്ടെ, ആരും ഒരിക്കലും ഗുരുവിൻ്റെ രഹസ്യങ്ങളായിക്കോട്ടെ ആരും ഒരിക്കലും പറഞ്ഞു തരത്തില്ല. ഞാൻ നിങ്ങൾക്ക് പ്രാണാപാന വിദ്യ വരെ പറഞ്ഞു തന്നു. അതായത് മൂക്കിൻ്റെ അവിടെ നിന്ന് അകത്തോട്ട് ഹൃദയത്തിലേക്ക് 12 അങ്കുലവും മൂക്കിന് വെളിയിലേക്ക് 12 അങ്കുലവും പ്രാണനെയും അപാനനെയും എങ്ങനെ ശ്വാസം അനുസരിച്ച് സഞ്ചരിപ്പിക്കാം. പ്രാണാപാന വിദ്യ. ഇത് മഹാസിദ്ധർ കാകാഭുജുണ്ടർ ചെയ്ത വിദ്യ. കാകാഭുജുണ്ടർ എന്ന് പറഞ്ഞാൽ സിദ്ധന്മാരുടെ ലെജൻഡാണ്. അതായത് ത്രിമൂർത്തികൾക്ക് പല ത്രിമൂർത്തികളും മാറുന്നവരെ കണ്ട അതുപോലെ ചിരഞ്ജീവിയായ സിദ്ധന്മാരുടെ മഹാസിദ്ധനാണ്. സുദർശന ചക്രത്തെ പോലും നിർത്തിയ മഹാസിദ്ധനാണ്. കാകാഭുജുണ്ടരുടെ വിദ്യ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അതുപോലെ ആരും പറഞ്ഞു തരത്തില്ല. നിങ്ങൾക്ക് മനസ്സിലാകുമോ, നിങ്ങൾ ചെയ്യുമോ ചെയ്യാതിരിക്കുമോ, അതൊക്കെ നിങ്ങളുടെ ഭാഗം. വേണ്ടവരൊക്കെ മനസ്സിലാക്കി ചെയ്തോണം. ഞാൻ എന്തൊക്കെ ദൗത്യം കഴിയുമ്പോൾ ഞാനും ഇവിടുന്ന് പോകും. പിന്നെ പറഞ്ഞു തരാവുന്ന നല്ല കാര്യങ്ങൾ എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തുക, അല്ലാത്തവരുടെ വഴിക്ക് പോകുക, അത്രയേ ഉള്ളൂ. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളില്ല. ഭഗവാൻ നമുക്ക് നൽകിയ ജ്ഞാനം സത്യസന്ധമായിട്ട് പറയുന്നു, നല്ല കാര്യങ്ങളാണ്, അത്രയാണ്. അവിടെ ഇത് ജീവിതത്തിൽ ഇനിയും നമുക്ക് പണത്തിന് പലപ്പോഴും മൂല്യമുണ്ടാകുന്നത് നമ്മൾ പണം സമ്പാദിക്കുമ്പോൾ മാത്രമല്ല. ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിലാക്കി ചെയ്താൽ നിങ്ങൾക്ക് പണത്തിന് നിങ്ങളിലേക്ക് യഥേഷ്ടം പണം വരും. നമ്മളിപ്പം സമ്പാദിക്കുമ്പോൾ മാത്രമല്ല പണത്തിന് മൂല്യമുണ്ടാകുന്നത്. വേറൊരുത്തൻ നമുക്ക് വേണ്ടി അധ്വാനിക്കുമ്പോഴും അവനും ആ മനസ്സോടുകൂടി ആ പണം അവന് ആവശ്യമുള്ള അവൻ ജോലി ചെയ്യുന്നതിന് ഉള്ള പണം നമ്മൾ കൊടുക്കുമ്പോഴാണ് പണം ഈശ്വരീയമാകുന്നത്. ഇപ്പം ഞാൻ അധ്വാനിക്കുമ്പോൾ എനിക്ക് പണം കിട്ടുന്നു, അതെനിക്ക് വലിയ വിലയാണ്. പക്ഷെ വേറൊരുത്തൻ എനിക്ക് വേണ്ടി ജോലി ചെയ്യുമ്പം ഇച്ചിരി റേറ്റ് കുറയ്ക്കാവോ എന്നും പറഞ്ഞാൽ അവൻ്റെ പൈസ പിന്നെ ഇട്ട് വലിപ്പിച്ച് നാളെ തരാം മറ്റന്നാൾ വരാം, അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ പണത്തിന് ദാരിദ്ര്യം ഉണ്ടാകുന്നത്. നമ്മളിപ്പോൾ നമുക്ക് വേണ്ടി ഒരുത്തൻ ജോലി ചെയ്യുന്നു, നിങ്ങളുടെ വീട്ടിൽ ഒരാൾ പണി ചെയ്യുന്നു, അവൻ ചെയ്യുന്ന ജോലിക്കുള്ള മൂല്യം സന്തോഷത്തോടെ, അതായത് ഞാൻ എന്ത് ജോലി ചെയ്യുമ്പോഴേ എനിക്ക് പണം കിട്ടുമ്പോൾ ഞാൻ എന്ത് സന്തോഷത്തോടെയാണോ സ്വീകരിക്കുന്നത് അതുപോലെ സന്തോഷത്തോടെ അവൻ ചെയ്യുന്ന പണത്തിൻ്റെ മൂല്യം അവനെ ഇട്ട് കറക്കാതെ അവന് സന്തോഷത്തോടെ ആ മൂല്യം കൊടുക്കുമ്പോഴാണ് പണം നിങ്ങളിലേക്ക് യഥേഷ്ടം വരുന്നത്. അപ്പോഴാണ് പണം ഈശ്വരീയമാകുന്നത്, സ്വാർത്ഥത ഉള്ളപ്പോഴല്ല. അപ്പോഴാണ് നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നതിനോട് കൂടി ആ പണം നമ്മളുണ്ടാക്കുമ്പം എത്ര അത് സന്തോഷത്തോടെയാണ് അതുപോലെ അവനും നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നവനും പണം കൊടുക്കുമ്പോൾ അതേ സന്തോഷത്തോടെ കൊടുക്കുമ്പോഴാണ് അതിന് മൂല്യമുണ്ടാകുന്നത്. അല്ലാതെ അവനെ ഇട്ട് വട്ടം കറക്കുക, അവനെ പെൻഡിങ് വെക്കുക, അപ്പോൾ നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാകും. നിങ്ങളെ ആരെങ്കിലും അതുപോലെ ഇട്ട് കറക്കും, പണം അവിടെ ബ്ലോക്കാകും. പണം യഥേഷ്ടം നിങ്ങളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ആ പണം ഈശ്വരീയമായ ഒരു ചിന്താഗതിയുമായിട്ട് കണക്റ്റ് ആകണം. അപ്പോൾ ഈശ്വരീയമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീതി വേണം. നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര പണം സമ്പാദിക്കുന്നോ
അതുപോലെയാണ് മറ്റൊരുത്തനും അധ്വാനിക്കുമ്പം അവനും ആ അധ്വാനത്തിന് സത്യസന്ധമായി വില കൊടുക്കണം. അപ്പോഴാണ് നീതിബോധം ഉണ്ടാകുന്നത്. ആ നീതിബോധത്തോടു കൂടി പണം ചെലവഴിക്കുമ്പോഴാണ് ആ പണം കൊണ്ട് അവന് അനുഭവിക്കാൻ പറ്റും. അല്ലെങ്കിൽ പണം ഉണ്ടാക്കുക ചിലപ്പോൾ അനുഭവിക്കാനുള്ള യോഗം കാണത്തില്ല. ഏതെങ്കിലും അസുഖം വന്ന് തട്ടിപ്പോവും, പണം അക്കൗണ്ടിൽ കിടക്കും, അല്ലെങ്കിൽ അസുഖം വന്ന് കിടപ്പാകും. ഈ പണം അനുഭവിക്കണമെങ്കിൽ അതിൻ്റെ സത്യസന്ധതയോടുകൂടി അതിനെ ഈശ്വരീയമായ മനസ്സിലാക്കി അത് ചെലവഴിക്കുമ്പോഴും നമുക്ക് ആ പണം യഥേഷ്ടം നമുക്കല്ലേ നമ്മുടെ കുടുംബത്തിന് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. പറഞ്ഞ് മനസ്സിലാകും. ചിലർ ചിലപ്പം വലിയ രീതിയിൽ പണമൊക്കെ ഉണ്ടാക്കി ആരെയും സഹായിക്കത്തുമില്ല, ജോലി ചെയ്യുന്നവന് കൂലി കൊടുക്കത്തില്ല, അങ്ങനെയൊക്കെ സമ്പാദിച്ച് കെട്ടിടം പണിത് വിടും. അത് വാടകയ്ക്കും പോകത്തില്ല, കാലാകാലങ്ങളോളം അങ്ങനെ കിടക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ പണം അത് ഒരു സത്യം, അതായത് അവന് വേണ്ടി അവന് തൊഴിലാളികൾക്ക് ശരിക്കും ആ ഒരു മൂല്യം കൊടുക്കാതെ ഉണ്ടാക്കുന്ന പണമാണ്. ആ പണം അതിന് അനുഭവം കുറവായിരിക്കും. കെട്ടിടം പണിത് വിടാം, വാടകയ്ക്ക് പോകത്തുമില്ല, അവിടെ കിടക്കും. അതേസമയം സത്യസന്ധമായിട്ട് നിങ്ങളുടെ കീഴിൽ ഒരു തൊഴിലാളി ജോലി ചെയ്യുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണോ ജോലി ചെയ്ത് പണം സമ്പാദിക്കുന്നത് അതുപോലെ അവനും ബുദ്ധിമുട്ടുന്നത്, ആ ചിന്തയോടുകൂടി അവൻ ആ മൂല്യം ശരിയായിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ പണം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പോഴാണ് പണം ഈശ്വര്യമാകുന്നത്. എനിക്ക് ഈശ്വരൻ തന്ന അറിവ് പറഞ്ഞതെന്നേ ഉള്ളൂ. ഇഷ്ടമുണ്ട് സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയാം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് ഒരാൾ വന്നു. അതിനു മുമ്പ് രാമമന്ത്രത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. രാമമന്ത്രം ജപിക്കുമ്പോൾ ഞാനീ പറയുന്ന രീതിയിൽ നിങ്ങൾ ജപിക്കണം. നിങ്ങളുടെ ഒരു വയറ്റിൽ നിന്നും ഒരു പ്രകാശം മാ എന്ന് ഉച്ചരിക്കുമ്പോൾ ആ പ്രകാശം ഹൃദയത്തിലൂടെ വന്ന് നിങ്ങളുടെ ഈ ശിരസിൻ്റെ പുറകിലൂടെ വന്ന് ഇവിടെ വന്നിട്ട് മുകളിലേക്ക് പോകുന്നതായിട്ട് സങ്കല്പിച്ചാൽ മതി. രാമ, അതായത് നട്ടലിനുള്ളിൽ കൂടി, അതായത് വയറിൻ്റെ ഉള്ളിൽ നിന്നും നട്ടലിലേക്ക് കയറി നട്ടലിനകത്തൂടെ വന്ന് ഇവിടെ ഉച്ചിയിൽ നിന്ന് മുകളിലേക്ക് ഒരു പ്രകാശം പോകുന്നതായിട്ട് വെറുതെ സങ്കല്പിക്കുക. ഒരു ഊർജം, ഒരു പ്രകാശം രാമാന്ന് ജപിക്കുമ്പോൾ അങ്ങനെ സങ്കല്പിച്ച് ജപിക്കുക. അത് നിങ്ങൾക്ക് രാ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ അപാനവായു എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജനാദികളെ ഒക്കെ സഹായിക്കുന്ന വായുവാണ്. അത് നമ്മുടെ ഗുദത്തിലാണ് കുടികൊള്ളുന്നത്. അപ്പോൾ ഈ അപാനം ഒരു മനസ്സിലാക്കാൻ പറഞ്ഞാൽ വയറ്റിൽ നിന്ന് അപാനൻ മുകളിലേക്ക് രാ എന്ന് ഉച്ചരിക്കും, മുകളിലേക്ക് ഉയരും. അത് നമ്മളെ ഹൃദയത്തിൽ വരും. ഹൃദയത്തിൽ വരുമ്പോൾ മാ എന്ന് ദീർഘിപ്പിക്കുമ്പോൾ ഹൃദയത്തിലൂടെ ഈ സഹസ്രാരത്തിലെത്തി സഹസ്രാരത്തിൽ നിന്ന് പ്രപഞ്ചമായിട്ട് കണക്ട് ചെയ്യും. രാമ എന്ന് ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജത്തിൻ്റെ സഞ്ചാരമായി പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങളിപ്പം ഇങ്ങനെ ജപിച്ചാൽ മതി. രാമ എന്ന് ജപിക്കുമ്പോൾ നിങ്ങളുടെ വയറ്റിനകത്തു നിന്നും ഒരു എനർജി അല്ലെങ്കിൽ ഒരു പ്രകാശം ലൈറ്റായിട്ടുള്ള, അത് ഏത് നിറമളയിൽ നിങ്ങൾക്ക് ചിന്തിക്കാം. ഒരു വെള്ളപ്രകാശമായിക്കോട്ടെ, ജസ്റ്റ് നിങ്ങളുടെ വയറ്റിൻ്റെ അവിടെ കൂടെ, വയറ്റിൻ്റെ അവിടെ നിന്ന് നട്ടലിലേക്ക് വന്ന് നട്ടലിലൂടെ ഹൃദയത്തിൻ്റെ അവിടെ വന്ന് ഹൃദയത്തിൽ നിന്ന് ഇത് വിശുദ്ധി തൊണ്ടക്കുഴിയിലൂടെ മേളിലെ ആജ്ഞയിലേക്ക്, അതായത് ശിരസിൻ്റെ ആ പുറകുവശത്തുള്ള ഭാഗം അല്ലെങ്കിൽ ആ ശിരസിനുള്ളിലൂടെ ഈ ഇവിടോട്ട് വന്ന് ഉച്ചയിൽ നിന്ന് വന്ന് അവിടെ നിന്നും പ്രപഞ്ചത്തിലേക്ക് കണക്റ്റ് ആകുന്നു. ലൈറ്റായിട്ട് ചിന്തിച്ചാൽ മതി, സങ്കല്പിച്ചാൽ മതി. അങ്ങനെ രാമാന്ന് ജപിച്ച് നോക്കിക്കേ, നിങ്ങൾ രാമമന്ത്രത്തിൻ്റെ ശക്തി അറിയും. രാമമന്ത്രം നിങ്ങളിങ്ങനെ ജപിച്ചാൽ ഏത് ആപത്തുകളെയും തടുക്കും. ഞാൻ ഈ വാഹനാപകടങ്ങൾക്ക് സാധ്യതയുള്ളവർക്കൊക്കെ രാമമന്ത്രം പറഞ്ഞു കൊടുക്കാറുണ്ട്. ഏത് ആപത്തിനെയും തടുക്കും, ഏത് ഉദ്ദേശിക്കുന്ന കാര്യം നടക്കും. ഒരു തരത്തിലുള്ള നിങ്ങൾ ആപത്തുകളിൽ പോയി ചാടത്തില്ല, നിങ്ങളെ ആർക്കും പെടുത്താൻ പറ്റത്തില്ല, നിങ്ങളെ ആർക്കും സ്വാധീനിക്കാൻ പറ്റത്തില്ല, നിങ്ങളെ ആർക്കും അബദ്ധങ്ങളിൽ മണ്ടത്തരങ്ങളിൽ ഒന്നും ചെന്ന് പെടുത്താൻ പറ്റത്തില്ല. രാമമന്ത്രം മോക്ഷം നൽകുകയും ചെയ്യും. രാമമന്ത്രം സർവശക്തി നൽകുകയും ചെയ്യും. അതിന് ഏറ്റവും ശ്രേഷ്ഠമായൊരു കാര്യം, ഇത് കുട്ടികളെ കൊണ്ട് ജപിക്കുക. പ്രായമുള്ളവർ ജപിക്കുക, അല്ലാത്തവർ ജപിക്കുക, എല്ലാവർക്കും ജപിക്കുക. കുട്ടികളൊക്കെ ഇത് ജപിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മിടുക്കന്മാരായിട്ട് വരും. ആരും വെട്ടിപ്പിലെ പോയി ഒന്നും ചാടത്തില്ല. അതുപോലെ തന്നെ അവരേറ്റവും ജീനിയസ് ആയിരിക്കും, ഏറ്റവും ബുദ്ധിമാന്മാരായിരിക്കും, ഏറ്റവും കഴിവുള്ളവരായിരിക്കും, ഏറ്റവും പ്രതിഭാശാലികളായിരിക്കും. അതുപോലെ സമൂഹത്തിനോട് വീടിനോടൊക്കെ വളരെ ഒരു വിധേയത്വമുള്ള, സമൂഹത്തിനും വീടിനും നാടിനും എല്ലാം ഉപകാരികളായിരിക്കും. അവർ അച്ഛനും അമ്മയൊക്കെ ഒരു പ്രായമായാലും അവരെയൊക്കെ നോക്കാനും ഒക്കെ ഉള്ള ഒരു ഈശ്വരീയമായ ഒരു കർമ്മബോധം, ഒരു ഈശ്വരീയമായ ഒരു നന്മ അവരുടെ ഉള്ളിൽ കാണും. പറഞ്ഞു മനസ്സിലായോ? അവർ ഏറ്റവും ശ്രേഷ്ഠന്മാരായിട്ട് വരും. അത് എല്ലാവർക്കും ചെയ്യാം, കുട്ടികൾക്കും പ്രായമുള്ളവർക്കും എല്ലാവർക്കും ചെയ്യാം. രാമമന്ത്രം ഈ പറഞ്ഞ രീതിയിൽ ചെയ്യണം. നിങ്ങളത് അറിഞ്ഞ് ചെയ്യണം. അപ്പോഴത് പ്രയോജനം ഉണ്ടാകുക. ഞാൻ പറഞ്ഞ മനസ്സിൽ ഏത് കാര്യവും രാമൻ സാധിച്ചു തരും. രാമമന്ത്രത്തിനകത്ത് രാ എന്നുള്ളത് നാരായണയിലെ രായും മാ എന്നുള്ളത്
അല്ല രാമ എന്നുള്ളത് നാരായണലെ രായും ആ മാ എന്നുള്ളത് നമശിവായയിലെ മായുമാണ്. അപ്പം ശിവശക്തിയും വൈഷ്ണവശക്തിയും രാമമന്ത്രത്തിനകത്തുണ്ട്. ഈ രാമമന്ത്രം കാട്ടാളനായ രത്നാകരൻ രാമമന്ത്രം മാത്രം ജപിച്ചാണ് ചിരഞ്ജീവിയായത്, ഈശ്വരനെ പ്രാപിച്ചത്. അദ്ദേഹത്തിന് വേദങ്ങൾ അറിയത്തില്ല, ഉപനിഷത്തുകൾ അറിയത്തില്ല, ഋഷി അറിയത്തില്ല, ഛാന്ദസ് അറിയത്തില്ല, ദേവത അറിയത്തില്ല, മന്ത്രകീലകം അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. രാമ എന്ന 2 അക്ഷരം മാത്രമാണ് സപ്തർഷികൾ ഉപദേശിച്ചു കൊടുത്തത്. ഈ 2 അക്ഷരം നിരന്തരം ജപിച്ചാണ് അദ്ദേഹം ഈശ്വരനെ അറിഞ്ഞത്, ചിരഞ്ജീവിയായി തീർന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, രാമമന്ത്രത്തിന് ശക്തി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കാട്ടാളൻ ചെയ്യാത്ത തെറ്റുകളില്ല, പാതകങ്ങളില്ല, ചെയ്യാത്ത തെറ്റുകളോ ചെയ്യാത്ത പിടിച്ചുപറി, കൊലപാതകം എന്ന് പറഞ്ഞ് എല്ലാം ചെയ്ത കാട്ടാളനാണ്. പക്ഷെ അദ്ദേഹം ഈശ്വരനെ അറിഞ്ഞു. ഈ 2 അക്ഷരം മാത്രം ഉരുവിട്ട് വേറെ അയാൾക്കൊരു അറിവുകൾ അറിയത്തില്ല, പുരാണങ്ങൾ അറിയത്തില്ല, വേദങ്ങൾ അറിയത്തില്ല, ശാസ്ത്രങ്ങൾ അറിയത്തില്ല, മന്ത്രങ്ങൾ അറിയത്തില്ല, മന്ത്രം എന്നാന്ന് അറിയത്തില്ല, അതുപോലെ തന്നെ ഒന്നും അറിയത്തില്ല, ഋഷി ദേവത ഛന്ദസ് ഒന്നും അറിയത്തില്ല, ലോകത്തിലുള്ള എല്ലാ മന്ത്രങ്ങളും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. രാമ 2 അക്ഷരം മാത്രമാണ് സപ്ത ഋഷികൾ ആ കാട്ടാളനായ രത്നാകരന് ഉപദേശിച്ചു കൊടുത്തത്. ആ 2 അക്ഷരം മാത്രമാണ് നിരന്തരം ജപിച്ചത്. അങ്ങനെയാണ് ഈശ്വരനെ അറിഞ്ഞത്, അങ്ങനെയാണ് ചിരഞ്ജീവി ആയത്. ഇതിൽ കൂടുതൽ എനിക്ക് ഒന്നും പറയാനില്ല. ആ 2 അക്ഷരം ജപിച്ചാണ് ഹനുമാൻ എല്ലാ അനുഗ്രഹങ്ങളും നേടിയത്. ആ 2 അക്ഷരം മാത്രം ജപിച്ച നീം കരോളി ബാബ ആ 2 അക്ഷരം മാത്രം ജപിച്ചാണ് എല്ലാ അത്ഭുതങ്ങളും കാണിച്ചത്. നീം കരോളി ബാബയുടെ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അദ്ദേഹം എന്തൊക്കെ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ടെന്ന്. നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. നിങ്ങൾ സെർച്ച് ചെയ്താൽ, നെറ്റിൽ കയറി സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും. ഈ 2 അക്ഷരമാണ്. മഹാസിദ്ധൻ കാകാബുചുണ്ടർ സുദർശന ചക്രത്തെ നിർത്തിയത്. നിരവധി ത്രിമൂർത്തികളെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് യുഗങ്ങൾ ജീവിക്കാൻ ജീവിച്ച ശക്തിയുള്ള മഹാസിദ്ധനാണ്, സിദ്ധന്മാരുടെ സിദ്ധനാണ് കാകാബുചുണ്ടർ. അദ്ദേഹവും രാമമന്ത്രമാണ് ജപിച്ചിരുന്നത്. എന്ന് പറയുമ്പോൾ ഈ രാമ എന്ന് പറഞ്ഞാൽ രാമനും മുമ്പും രാമമന്ത്രം ഉണ്ടായിരുന്നുള്ളതാണ്. അതായത് വസിഷ്ഠൻ രാമന് വസിഷ്ഠനാണ് പേരിടുന്നത്. അപ്പോൾ ഈ വസിഷ്ഠൻ്റെ ഗുരു കാകാബുചുണ്ടർ ഈ രാമമന്ത്രം ജപിച്ചിരുന്നു. ശിവനും രാമമന്ത്രം ജപിക്കുന്നതായിട്ടാണ് പറയുന്നത്. അപ്പോൾ രാമനകത്ത് വിഷ്ണുവുണ്ട്, ശിവനുമുണ്ട്. മഹത്തായ മന്ത്രമാണ്. ഇതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇതിനുള്ള നല്ല കാര്യങ്ങൾ നിങ്ങളും ചെയ്യുക. അല്ലാതെ ചുമ്മാ ഇതിൻ്റെയും പുറകെ കടന്നിട്ടൊന്നും ജീവിതത്തിൽ കാര്യമില്ല. സമയം വേസ്റ്റാകാം, ഈശ്വരൻ തന്ന ജന്മവും വേസ്റ്റാക്കാന്നുള്ളേ ഉള്ളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പുറകെ നടക്കുക. ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ഞാനെന്നല്ല ആര് പറഞ്ഞാലും മനസ്സിലാക്കുക. നല്ല കാര്യങ്ങളെ ഫോളോ ചെയ്യുക. ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാകും. വർഷങ്ങൾക്ക് മുമ്പ് എന്നെ കാണാൻ ഒരാൾ വന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒന്ന് നോക്ക്, എനിക്കോട്ട് ആരെങ്കിലും പണിതിട്ടുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എഴുന്നേക്കാൻ പറഞ്ഞു, വിട്ടോളാൻ പറഞ്ഞു. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാറില്ല. ആരെങ്കിലും പണിതോ അല്ലെങ്കിൽ ആർക്കുട്ടെങ്കിലും പണിയാവോ എന്നൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയാമല്ലോ. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ, നിങ്ങൾക്ക് തൊഴിലുയർച്ച വേണം, നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടാൻ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും. പുള്ളി പറഞ്ഞ അതല്ല, എനിക്കൊട്ട് ആരാണ്ടോ പണിതിട്ടുണ്ടോ എന്ന് എനിക്ക് ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയാറില്ല, വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെയുള്ളവരോട് ഞാൻ സംസാരിക്കാറുമില്ല. എനിക്ക് അങ്ങനെയുള്ളൊരു ഇഷ്ടമല്ല. പ്രേമകാര്യങ്ങളിൽ ഞാൻ അഭിപ്രായം പറയാറില്ല. പ്രേമിക്കാതിരിക്കുകയൊക്കെ അവനവൻ്റെ ഇഷ്ടം. തൻ്റെ ഇടമുള്ളവൻ അതിന് പോകണം, അല്ലാത്തവൻ പോകണ്ട. അല്ലെങ്കിൽ അവനവന് നല്ലതെന്ന് തോന്നിയാൽ പോകണം, അല്ലെങ്കിൽ പോകാതിരിക്കും. അതൊക്കെ അവനവൻ്റെ ഇഷ്ടം. ഞാനൊരു അഭിപ്രായം പറയാറില്ല. ആരോഗ്യ പ്രശ്നം ഡോക്ടറെ കാണണം. ഇപ്പോൾ ഒരു വണ്ടി കേടായാൽ ഉടനെ പോയി ജ്യോതിഷനെ വിളിച്ചിട്ട് വന്നാൽ വണ്ടി ഓണാകുമോ, അല്ലെങ്കിൽ വണ്ടി കേടായി നന്നാക്കാൻ പറ്റുമോ? മെക്കാനിക്കലെ വിളിക്കണം. അതുപോലെ ശരീരമാകുന്ന ശരീരത്തിന് പ്രശ്നം ഉണ്ടാകുമ്പോൾ ഡോക്ടറെ കാണണം. പിന്നെ ആത്മീയ കാര്യങ്ങൾ ശരിയായിട്ട് നല്ല ജ്യോതിഷന്മാരെ കാണുന്ന നല്ലൊരു ആളുകളെ കാണുന്നില്ല ആത്മീയ കാര്യങ്ങൾക്ക്. അപ്പോൾ ഞാൻ ആരോഗ്യ കാര്യങ്ങളിൽ ഞാൻ അഭിപ്രായം പറയാറില്ല, ഡോക്ടറോട് ചോദിക്കാൻ പറയും. പ്രേമകാര്യങ്ങളിൽ അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്, ഞാൻ അതിൻ്റെ അകത്ത് അഭിപ്രായം പറയാറില്ല. ആരെങ്കിലും പണിതോ അല്ലെങ്കിൽ ആർക്കൂടെങ്കിലും ഭാരം വെക്കുക, അല്ലെങ്കിൽ അപ്പുറത്തെ കടക്കാരൻ്റെ കച്ചവടം കൂടുതൽ അവനോട് പണിയണം, വണ്ടി വിട്ടോളം പറയും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറയാറില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉയർച്ച ഉണ്ടാകണമെങ്കിൽ അതിനുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞു ഒരു ആവശ്യമുണ്ട്, നിങ്ങൾക്ക് ചെയ്യാതെ ചെയ്യാതിരിക്കാം. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. കുറേ നാൾ കഴിഞ്ഞ് പുള്ളിയെ വഴി വെച്ച് കേട്ടോ പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ വേറൊരിടത്ത് പോയി നോക്കിയായിരുന്നു. അപ്പം നോക്കിയപ്പോൾ ആരാണ്ട് പറഞ്ഞു പണിതിട്ടുണ്ട്, 4 പേര് പണിതിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് പുള്ളിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ധരിച്ചു വെച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിന് വൈരാഗ്യമുള്ള 4 പേരെ
ഇദ്ദേഹം വിചാരിച്ച് വെച്ചിരിക്കുക. ഞാൻ പറഞ്ഞോടോ മനുഷ്യ, തന്നോട് ഞാൻ മര്യാദയ്ക്കല്ലേ പറഞ്ഞു. താനിപ്പം 4 പേര് തന്നിക്കൂട്ട് പണിതിട്ടുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നു. ചിലപ്പോൾ അവർ നിരപരാധികളായിരിക്കാം. തൻ്റെ മനസ്സിൽ ഈ വിരോധം കൊണ്ട് നടന്നാൽ താനേ നശിക്കത്തുള്ളൂ, അല്ല അവർ നശിക്കത്തില്ല. തെറ്റായ കാര്യങ്ങളുടെ പുറകെ പോയാൽ ആരും രക്ഷപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ തന്നോട് അന്ന് നല്ല കാര്യം പറഞ്ഞോടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറകെ പോകരുത്. പിന്നെ പോയാൽ താൻ ചെയ്യുന്ന കർമ്മത്തിന് താൻ അനുഭവിക്കും. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാറില്ല. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുടെ പുറകെ പോകുന്നതിന് എനിക്ക് ഇഷ്ടവുമല്ല. തെറ്റായ കാര്യങ്ങളുടെ പുറകെ പോയാൽ ആരും രക്ഷപ്പെട്ടിട്ടുമില്ല എന്ന് പറയും. അപ്പം നമ്മൾ നല്ല കാര്യങ്ങളുടെ പുറകെ എപ്പോഴും പോവുക, ഈശ്വര്യമായ നല്ല കാര്യങ്ങളുടെ പുറകെ പോവുക. അതുകൊണ്ട് ജീവിതം രക്ഷപ്പെടുത്തുള്ളൂ. ഇപ്പം നമ്മളൊരു പണ്ട് കേട്ടിട്ടുള്ളൊരിതുണ്ട്, എ ബാഡ് വർക്ക്മാൻ ബ്ലെയിം ഹിസ് ടൂൾസ്. അതായത് എ ബാഡ് വർക്ക്മാൻ ബ്ലെയിം ഹിസ് ടൂൾസ്. അതായത് ഒരു ജോലി അറിയാത്തവൻ അവൻ ഉപയോഗിക്കുന്ന ടൂൾസിനെ കുറ്റം പറയും. അവൻ ജോലി അറിയാത്തതുകൊണ്ടാണ്, ഇവന് രക്ഷപ്പെടാനുള്ള വഴി അറിയാത്തതുകൊണ്ടാണ് ഇവൻ മറ്റുള്ളവർ ഇവനായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്, മറ്റുള്ളവർ മേലിൽ ആരോപിക്കുക. ഇപ്പോൾ ഒരാൾ രക്ഷപ്പെടാത്തതിന് അവന് രക്ഷപ്പെടാൻ പറ്റിയില്ലെങ്കിൽ അവൻ മറ്റുള്ളവർ പലതും ചെയ്തുകൊണ്ട് അവൻ രക്ഷപ്പെടാൻ പറ്റാത്തതെന്ന് ധരിക്കുന്നതാണ് ഏറ്റവും വലിയ അബദ്ധം. അതായത് അവൻ്റെ തെറ്റുകൾ അവനവൻ സ്വയം മനസ്സിലാക്കുമ്പോൾ രക്ഷപ്പെടും. നമ്മളെല്ലാം ഈ പരാജയങ്ങൾ എപ്പോഴും മറ്റുള്ളവരുടെ കുഴപ്പം കൊണ്ടാണെന്ന് ചിന്തിക്കുമ്പോഴാണ് ജീവിതം പരാജയമാകുന്നത്. പണി അറിയാവുന്നവൻ എ ബാഡ് വർക്ക്മാൻ ബ്ലെയിംസ് ഹിസ് ടൂൾസ് എന്ന് പറഞ്ഞ്, പണി അറിയാത്തവൻ അവൻ ചെയ്യുന്ന ടൂൾസിനെ കുറ്റം പറയും. പണി അറിയാവുന്നവൻ അവൻ്റെ എവിടെ പാകപ്പഴ പറ്റിയെന്ന് മനസ്സിലാക്കി അവൻ്റെ ജോലി ഭംഗിയായിട്ട് ചെയ്യും. എന്ന് പറഞ്ഞ പോലെ നമുക്ക് നമ്മളുടെ തെറ്റുകൾ മനസ്സിലാക്കിയാൽ തിരുത്താൻ ശ്രമിക്കണം. അതിനൊക്കെ മറ്റുള്ളവരെ കൊണ്ടാണ് എനിക്ക് പരാജയം ഉണ്ടാകാൻ ചിന്തിക്കുന്നവനൊക്കെ നശിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ തെറ്റായ കാര്യങ്ങളുടെ പുറകെ പോകരുത്. നമുക്ക് ഉയർച്ചയ്ക്ക് വേണ്ടി ഈശ്വരനെ വിളിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, നമ്മുടെ തെറ്റുകൾ കണ്ടുപിടിക്കുക, അത് പരിഹരിക്കുക. നമ്മുടെ മനസ്സിൽ ഒരാളോട് വിരോധം ഉണ്ടായാൽ അയാൾക്കൊന്നും വരാൻ പോകുന്നില്ല, അവനവനെ നശിക്കത്തുള്ളൂ. അപ്പം നിങ്ങൾ നിങ്ങളുടെ മുറിയിൽ കുറച്ച് കിഴങ്ങ് വെക്കുന്നു ഒരു ചാക്കിനകത്ത്. ഇത് കുറേ മാസങ്ങളോളം അവിടെ നിന്ന് അത് ചീഞ്ഞ് നാറും. നിങ്ങളുടെ മുറി ഇരിക്കുമ്പോൾ നിങ്ങൾക്കേ നാറ്റം കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ കുറേ ദൂരെ ഉള്ളവർക്കൊന്നും അത് കിട്ടത്തില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഒരാളോട് വിരോധം, പക, അസൂയ, തെറ്റായ ചിന്തകളൊക്കെ ഉണ്ടായാൽ നിങ്ങൾക്ക് അതിൻ്റെ ദോഷഫലം ഉണ്ടാകത്തുള്ളൂ, അല്ല വേറെ ആർക്കും അതിൻ്റെ കുഴപ്പം വരത്തില്ല, സ്വയം നശിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് നല്ല കാര്യങ്ങളുടെ പുറകെ പോവുക, നല്ലത് ചിന്തിക്കുക, നന്മയുടെ വഴിയെ പോവുക. ഇതൊക്കെ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. നല്ല കാര്യങ്ങളെ ഫോളോ ചെയ്ത് തെറ്റായ വഴികളിൽ പോയവരാരും രക്ഷപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഏതൊരാൾക്കും അവരുടെ ഉയർച്ചയ്ക്കുള്ള നല്ല കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. മറ്റുള്ള ഒരു കാര്യം എന്നോട് ചോദിക്കരുത്, അങ്ങനെയുള്ളൊരു വണ്ടി വിട്ടോളാൻ പറയും. അങ്ങനെയുള്ളവരോട് ഞാൻ പിന്നെ സംസാരിക്കത്തുമില്ല, യാതൊരു ഇടപാടുമില്ല. എനിക്ക് അങ്ങനെയുള്ളവരോടുള്ള ഒരു സഹവാസവും വേണ്ടതാണ്. അപ്പോൾ ആവശ്യമുള്ള അവനവന് വേണ്ട നല്ല കാര്യങ്ങളുടെ പുറകെ പോവുക, നല്ലത് ചെയ്യുക, ഈശ്വരനെ വിളിക്കുക, അത് ജീവിതത്തിൽ ഗുണം ചെയ്യും കേട്ടോ. പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.